ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ജോമെട്രിയിലെ സർക്കിൾ എന്ന ഭാഗമാണ്. സർക്കിൾ തന്നെ നമുക്ക് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സർക്കിളിന്റെയും സെക്ടറിന്റെയും ഏരിയ, പെരിമീറ്റർ ഇതെല്ലാം ഉൾപ്പെടുത്തിയ ഫസ്റ്റ് ഭാഗം. നെക്സ്റ്റ് വരുന്നത് കോഡ്സുമായി ബന്ധപ്പെട്ട് കോഡ്സ് ഉണ്ടാക്കുന്ന ആംഗിൾസ്, അവ പെർപെൻഡിക്കുലർ വരച്ചാൽ എങ്ങനെയാണ്, അങ്ങനെ ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. അടുത്തത് ടാൻജൻസ്. ഇങ്ങനെ 3 പാർട്ടായിട്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഫസ്റ്റ് നമുക്ക് നോക്കാം സർക്കിൾ ആൻഡ് സെക്ടർ എന്ന ഭാഗത്ത് നിന്ന് വരുന്ന ചില പ്രോബ്ലംസ് പരിചയപ്പെടാം. ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് സർക്കിളിന്റെ ഏരിയ എന്താണ്? πr². അതുപോലെ പെരിമീറ്റർ എന്താണ്? പെരിമീറ്റർ 2πr. ഓക്കെ, നെക്സ്റ്റ് വൺ സെക്ടർ. സെക്ടർ എന്ന് പറഞ്ഞാല് സർക്കിളിന്റെ ഒരു ഭാഗമാണ്. തീറ്റ ആംഗിൾ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ അവിടുത്തെ ഏരിയ എന്താ വരുന്നത്? ഏരിയ, സെക്ടറിന്റെ ഏരിയ πr² ഇൻറ്റു തീറ്റ ബൈ 360. ടോട്ടൽ ആംഗിൾ 360 ആണ്. അതിൽ തീറ്റ ഭാഗമാണ് ഒരു സെക്ടർ ഉണ്ടാക്കുന്നതെങ്കിൽ അതിന്റെ ഏരിയ വരുന്നത് πr² ഇൻറ്റു തീറ്റ ബൈ 360. നെക്സ്റ്റ് പെരിമീറ്റർ വരുന്നത് സെയിം പോലെ തന്നെ 2πr ഇൻറ്റു തീറ്റ ബൈ 360. ഇതെന്ന് പറഞ്ഞാൽ ഈ ആർക്കിന്റെ പെരിമീറ്റർ ആണ്. ടോട്ടൽ 2πr ആണെങ്കിൽ ഇത് 2πr ഇൻറ്റു തീറ്റ ബൈ 360 ആയിരിക്കും. ഇതിന്റെ കൂടെ എന്താണ്? 2 റേഡിയസും കൂടെ ആഡ് ചെയ്യണം. r പ്ലസ് r 2r. ഇതാണ് സെക്ടറിന്റെ പെരിമീറ്റർ. ഇനി നമുക്ക് സെക്ടറിന്റെ ഏരിയ കാണാൻ വേറൊരു ഇക്വേഷനും കൂടെ ഉണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാഫ് ഇൻറ്റു ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു L ഇൻറ്റു R ആണ്. ഹാഫ് LR. L എന്ന് പറഞ്ഞാൽ ഈ ആർക്ക് ലെങ്ത് ആണ്, ഈ ചാപത്തിന്റെ നീളമാണ് L. 6 റേഡിയസ് ആണെങ്കിൽ സെക്ടറിന്റെ ഏരിയ കാണാനുള്ള വേറൊരു ഇക്വേഷൻ ആണ് ഹാഫ് ഇൻറ്റു L ഇൻറ്റു R. ഇത്രയാണ് സർക്കിൾ ആൻഡ് സെക്ടർ എന്ന ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത്. പിന്നെ ചെറിയ കാര്യം കൂടി, സെഗ്മെന്റ്. ഈ ഒരു സെക്ടറിൽ നമ്മളൊരു കോഡ് വരയ്ക്കുകയാണ്. കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 പോയിന്റ്സിനെ, സർക്കിളിലെ ഏതെങ്കിലും 2 പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈന്. അങ്ങനെ ഒരു കോഡ് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു സെഗ്മെന്റ് കിട്ടും. ഓക്കെ, ഈ സെഗ്മെന്റിന്റെ ഏരിയ എങ്ങനെയാണ് കാണാന്നുള്ളതാണ്. ഓക്കെ, AOB എന്നൊരു സെഗ്മെന്റില് നമ്മൾ AB എന്നുള്ള കോഡ് വരച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സെഗ്മെന്റ് കിട്ടും, സെഗ്മെന്റ് AB കിട്ടും. ഈ ABയുടെ ഏരിയ കാണാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ സെക്ടറിന്റെ ഏരിയയിൽ നിന്ന് ഈ ഒരു ട്രയാങ്കിളിന്റെ AOB, ത്രികോണം AOBയുടെ ഏരിയ മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം സെക്ടറിന്റെ ഏരിയ എന്താ വരുന്നത്? πr² തീറ്റ ബൈ 360. ഇതാണ് സെക്ടറിന്റെ ഏരിയ. ഇത് നമുക്ക് ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ മൈനസ് ചെയ്യണം. അപ്പോൾ ഈ ആംഗിൾ തീറ്റയും രണ്ട് സൈഡ്സ് R ആണ്, റേഡിയസ് ആണ്. R രണ്ട് സൈഡ്സ് തമ്മിലുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ നമുക്ക് സൈൻ റൂൾ വെച്ചിട്ട് ഏരിയ കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അതെന്താണ്? ഹാഫ് സൈഡ് ഇൻറ്റു സൈഡ് r² സൈൻ തീറ്റ. ഇതാണ് ത്രികോണം AOBയുടെ വിസ്തീർണം. അപ്പൊ നമുക്ക് സെഗ്മെന്റിന്റെ ഏരിയ കാണാന് സെക്ടറിന്റെ ഏരിയ ത്രികോണത്തിന്റെ ഏരിയ മൈനസ് ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെ കിട്ടും. ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 5.2 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിന്റെ സെക്ടറിന്റെ ചുറ്റളവ് 16.4 സെന്റിമീറ്റർ ആണ് എങ്കിൽ സെക്ടറിന്റെ വിസ്തീർണം എന്ത്? ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? സെക്ടറിന്റെ ഒരു വൃത്തത്തിന്റെ ആരം 5.2 ആണ്. പിന്നെ ഇതിന്റെ വിസ്തീർണമല്ല, പെരിമീറ്റർ നമ്മളോട് തന്നിട്ടുണ്ട്. പെരിമീറ്റർ എന്താ വരുന്നത്? ചുറ്റളവ് 16.4 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ചുറ്റളവ് വരുന്നത്. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഏരിയ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഏരിയന്റെ ഇക്വേഷൻ അറിയാം. എന്താണ്? ഹാഫ് ഇൻറ്റു L ഇൻറ്റു R. ഇതാണ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ. R നമ്മളോട് തന്നിട്ടുണ്ട് 5.2 ആണ്. L കണ്ടുപിടിച്ചാൽ മതി. L കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ചുറ്റളവ് 16.4 ആണ്. ഇതിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗവും ഈ ആർക്ക് ലെങ്തും കൂടെ കൂടിയതാണ്. അപ്പൊ ടോട്ടൽ 5.2 പ്ലസ് ഈ 5.2 പ്ലസ് L. ഇതാണ് 16.4. അപ്പൊ എല്ലിന്റെ നീളം വരുന്നത് 16.4 മൈനസ്
5.2522 10.4. അപ്പോൾ 6 സെന്റിമീറ്റർ ആണ് ആർക്ക് ലെങ്ത് വരുന്നത്. ഇനി ഏരിയ എന്താണ്? ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു L ഇൻറ്റു R ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു 5.2. ആൻസർ എന്താ വരിക? 3 × 5.2 15.6 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ സെക്ടറിന്റെ ഏരിയ വരുന്നത്. ഓക്കെ, 70 മീറ്റർ വ്യാസമുള്ള വൃത്താകൃതിയിലുള്ള ഒരു സ്ഥലത്തിൽ 5 മീറ്റർ വീതിയുള്ള ഒരു പാതയുണ്ട്. വൃത്തത്തിന്റെ വശത്തു നിന്നും 15 മീറ്റർ അകലെയാണ് പാത എങ്കിൽ ആ സ്ഥലം പുൽത്തറയാക്കുവാൻ ഒരു ചതുരശ്ര മീറ്ററിന് 2 രൂപ വെച്ച് എത്ര രൂപയാകും? ഓപ്ഷൻ എ 3300 രൂപ, ഓപ്ഷൻ ബി 6600 രൂപ, ഓപ്ഷൻ സി 4750 രൂപ ആൻഡ് ഓപ്ഷൻ ഡി 5500 രൂപ. അടുത്ത് എന്താ പറഞ്ഞത്? വൃത്താകൃതിയിലുള്ള ഒരു മൈതാനമാണ്. അതിന്റെ വ്യാസം തന്നിട്ടുണ്ട് 70 മീറ്റർ ആണ് വ്യാസം. വ്യാസം 70 മീറ്റർ ആയതുകൊണ്ട് തന്നെ അതിന്റെ ആരം വരുന്നത് 35 മീറ്റർ ആണ്. പിന്നെന്താ പറയുന്നത്? 5 മീറ്റർ വീതിയിൽ വൃത്താകൃതിയിൽ ഒരു നടപ്പാതയുണ്ട്. ഈ നടപ്പാത 15 മീറ്റർ അകലെയാണ് വൃത്തത്തിന്റെ വശത്ത് നിന്നും. വൃത്തത്തിന്റെ വശം മീൻസ് വൃത്തപരിധിയിൽ നിന്ന് 15 മീറ്റർ അകലെയാണ് ഈ നടപ്പാത. അപ്പൊ എത്രയാണ്? ഇവിടുന്ന് 15 മീറ്റർ അകലെ ഒരു വൃത്താകൃതിയിലുള്ള നടപ്പാതയുണ്ട്. ഇതിന്റെ വീതി തന്നിട്ടുണ്ട്. വീതി 5 മീറ്റർ ആണ്. 5 മീറ്റർ ആണ് ഇതിന്റെ വീതി. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? ഈ സ്ഥലം പുൽത്തറയാക്കുവാൻ മീറ്ററിന് സ്ക്വയർ മീറ്ററിന് 2 രൂപ നിരക്കിൽ എത്ര രൂപയാവുന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ ആയി പോകരുത്. കാരണം ഈ നടപ്പാതയല്ല പുൽത്തറയാക്കുന്നത്, ബാക്കിയുള്ള സ്ഥലമാണ് പുൽത്തറയാക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ ടോട്ടൽ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനകത്ത് നിന്ന് ഈ ഒരു നടപ്പാതയുടെ അത്രയും ഏരിയ മൈനസ് ചെയ്യും കൂടെ വേണം. ഇത്രയും ഏരിയ മൈനസ് ചെയ്യണം, എങ്കിൽ മാത്രമാണ് ബാക്കിയുള്ള സ്ഥലത്തിന്റെ ഏരിയ കിട്ടുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ ഏരിയ എത്രയാ വരുന്നത് നോക്കാം. ഇതിന്റെ റേഡിയസ് എത്രയാ വരുന്നത്? ഇത് 35 ആണ് ടോട്ടല്. ഇവിടെ 15. അപ്പം സെന്ററിന് ഇവിടം വരെ 20. പിന്നെ ഇന്നർ സർക്കിളിന്റെ റേഡിയസ് വരുന്നത് 15. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം എത്രയാണ് നടപ്പാതയുടെ ഏരിയ വരുന്നത് നോക്കാം. നടപ്പാതയുടെ ഏരിയ വരുന്നത് പൈ ഇൻറ്റു 20 സ്ക്വയർ. വലിയ സർക്കിളിന്റെ ഈ നടപ്പാതയുടെ ഔട്ടർ പോർഷന്റെ ഏരിയ ആണ് 20 സ്ക്വയർ മൈനസ് പൈ ഇൻറ്റു 15 സ്ക്വയർ. അതിന്റെ ഇന്നർ ബൗണ്ടറി 15 മീറ്റർ ആണ്. 15 സ്ക്വയർ 400 പൈ മൈനസ് 225 പൈ. ആൻസർ വരിക 175 പൈ എന്ന ആൻസർ വരും. അപ്പൊ 175 പൈ ആണ് ഈ ഒരു നടപ്പാതയുടെ ആകെ വിസ്തീർണം. നമ്മളോട് കാണാൻ പറഞ്ഞത് ടോട്ടൽ ഗ്രൗണ്ടിന്റെ വിസ്തീർണമാണ്. അപ്പൊ ടോട്ടൽ ഗ്രൗണ്ടിന്റെ വിസ്തീർണത്തിൽ നിന്ന് ഈ നടപ്പാതയുടെ നമുക്ക് കുറയ്ക്കണം. പുല്ല് പാകുന്നത് എത്രയാന്ന് നോക്കാൻ. അപ്പൊ ടോട്ടൽ ഗ്രൗണ്ടിന്റെ വിസ്തീർണം വരുന്നത് പൈ ഇൻറ്റു 35 സ്ക്വയർ. അതിന് ഇത് കുറയ്ക്കാം മൈനസ് 175 പൈ. 35ന്റെ സ്ക്വയർ വരുന്നത് 1225 ആണ്. 1225 പൈ മൈനസ് 175 പൈ. ആൻസർ വരിക 1050 പൈ എന്നാണ്. 1050 പൈ ആണ് ഈ പുല്ല് പാകാനുള്ള സ്ഥലത്തിന്റെ ആകെ ഏരിയ. നമുക്ക് പൈനെ ഒന്ന് ക്യാൻസൽ 22/7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കോമൺ ആയി കട്ട് ചെയ്ത് പോകാം. 1050 7, 10 ഒരു തവണ, ശിഷ്ടം 3, 35 5 പ്രാവശ്യം, ശിഷ്ടം ഇല്ല, പിന്നെ 0 അപ്പോൾ 150 ഇൻറ്റു 22 എന്ന് കിട്ടും. അത് വരുന്നത് 330 3300 ആണ് ഈ ഒരു മൈതാനത്തിന്റെ ആകെ വിസ്തീർണം. അപ്പൊ നിങ്ങൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കാണാം 3300 രൂപ എന്ന്. പക്ഷെ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് 1 മീറ്റർ സ്ക്വയറിന് 2 രൂപ നിരക്കിൽ ഇത് മൊത്തം പുൽത്തറയാക്കാൻ എത്ര രൂപ ചെലവാകും എന്നുള്ളതാണ് കാണേണ്ടത്. അപ്പൊ 3500 മീറ്റർ സ്ക്വയർ ഉണ്ട്. 1 മീറ്റർ സ്ക്വയറിന് 2 രൂപ എന്നാണെങ്കിൽ ടോട്ടൽ 3300 ഇൻറ്റു 2 6600 രൂപയാണ് ചെലവാകുന്നത്. ഓപ്ഷൻ ബി.
നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കോഡ്സ് ആണ്. കോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻസ് ആണ്. അപ്പൊ ഞാൻ ഈ സർക്കിളിൽ AB എന്നൊരു കോഡ് വരച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് കോഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ, കോഡിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഈ കോഡിനെ രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് വീതിക്കുന്നു. രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇത് സി ആണെങ്കിൽ പെർപെൻഡിക്കുലർ വെച്ചാൽ AC ഈസ് ഈക്വൽ ടു BC ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് വൺ, ഒരു സർക്കിളിലെ സെന്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലുള്ള രണ്ട് കോഡുകൾ ABയും CDയും സർക്കിളിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. ഇത് D ആണ്, ഇതും D ആണ്. അങ്ങനെയാണെങ്കിൽ ആ കോഡിന്റെ നീളങ്ങൾ തമ്മിൽ തുല്യമായിരിക്കും. ഒരു സെന്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലുള്ള രണ്ട് കോഡുകൾ ഉണ്ടെങ്കിൽ ആ രണ്ട് കോഡുകളുടെയും നീളങ്ങൾ തുല്യമായിരിക്കും. എന്ന് വെച്ചാൽ AB ഈസ് ഈക്വൽ ടു CD. ഇനി നമുക്ക് നോക്കാനുള്ളത് ABCD എന്ന് പറയുന്ന രണ്ട് കോഡുകളുടെ നീളങ്ങൾ തുല്യമാണെങ്കിൽ അവ സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന കോണുകൾ തുല്യമായിരിക്കും. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ABCD എന്നിവ ഒരു സർക്കിളിലെ രണ്ട് കോഡ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവ രണ്ടിന്റെയും നീളം തുല്യമാണെന്ന് തന്നിട്ടുണ്ട്. AB = CD തന്നിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് കോഡുകൾ സർക്കിളിന്റെ സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന കോണുകൾ ആംഗിൾസും തുല്യമായിരിക്കും. ഇവിടെ നോക്കാം, സെന്റർ O ആണെങ്കിൽ AB = CD പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡൗട്ട് ഇല്ലാതെ പറയാൻ പറ്റും ആംഗിൾ AOB = ആംഗിൾ COD. അപ്പൊ ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു കോഡ് സെന്ററിൽ നിന്ന് കോഡിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആ കോഡിനെ രണ്ട് ഈക്വൽ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യും. സെക്കൻഡ് വൺ പറഞ്ഞത് സെന്ററിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസിലുള്ള കോഡുകളുടെ അളവുകളും തുല്യമായിരിക്കും. അടുത്തത് പറഞ്ഞത് രണ്ട് കോഡുകളുടെ നീളങ്ങൾ തുല്യമാണെങ്കിൽ, കോഡുകളുടെ ലെങ്ത് തുല്യമാണെങ്കിൽ അവ സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾസും തുല്യമായിരിക്കും. ഇത്രയാണ് കോഡ്സിലെ പ്രധാനപ്പെട്ട മൂന്നെണ്ണം അറിയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ, ഈ സർക്കിളിലെ AB എന്നൊരു കോഡ് ഉണ്ട്. ഈ കോഡ് ഇതിനെ രണ്ട് സെഗ്മെന്റ് ആയിട്ടാണ് തിരിക്കുന്നത്. ഒരു വലിയ സെഗ്മെന്റും ഒരു ചെറിയ സെഗ്മെന്റും. വലിയ സെഗ്മെന്റിനെ നമുക്ക് മേജർ സെഗ്മെന്റ് എന്ന് പറയാം, ചെറുതിനെ നമുക്ക് മൈനർ സെഗ്മെന്റ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ AB എന്ന കോഡ് മേജർ സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന ഏതൊരു ആംഗിളും തുല്യമായിരിക്കും. ഇവിടെ നോക്കാം, ഒരു ആംഗിൾ തീറ്റ, അടുത്തൊരു ആംഗിൾ നോക്കാം, നെക്സ്റ്റ് വൺ, എല്ലാം ഈക്വൽ ആയിരിക്കും. AB എന്ന കോഡ് അതിന്റെ ഏതെങ്കിലും ഒരു സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന എല്ലാ ആംഗിൾസും തുല്യമായിരിക്കും. ഇനി മൈനസ് സെഗ്മെന്റിലോട്ട് വരികയാണെങ്കിൽ ഇതാണ് അതിന്റെ മൈനസ് സെഗ്മെന്റ്. ഇവിടെ ഉണ്ടാക്കുന്ന കോണുകളെല്ലാം തന്നെ 180 മൈനസ് തീറ്റ ആയിരിക്കും. മേലത്തെ ആംഗിൾസ് എല്ലാം തീറ്റ ആണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്നതെല്ലാം 180 മൈനസ് തീറ്റ ആയിരിക്കും. നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവ രണ്ടും അനുപൂരകങ്ങളാണ്, അല്ലെങ്കിൽ സപ്ലിമെന്ററി ആംഗിൾസ് ആണെന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് വൺ, AB എന്നൊരു കോഡ് അതിന്റെ മേജർ സെഗ്മെന്റിൽ ഒരു തീറ്റ ആംഗിൾ ഉണ്ടാക്കി, ഒരു ആംഗിൾ തീറ്റ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ AB എന്ന കോഡ് സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ അതിന്റെ ഡബിൾ ആയിരിക്കും. എന്ന് വെച്ചാൽ 2 തീറ്റ ആയിരിക്കും. AB എന്ന കോഡ് അതിന്റെ സെഗ്മെന്റിൽ തീറ്റ ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന, സെന്റർ O ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും അതിന്റെ ഡബിൾ ആയിരിക്കും, 2 തീറ്റ ആയിരിക്കും. എക്സാമ്പിൾ ആയിട്ട് ഈ AB എന്ന സെഗ്മെന്റ് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 40 ആണെന്ന് വിചാരിക്കാം. 40 ആണെങ്കിൽ സെന്ററുമായിട്ട് അത് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 80 ആയിരിക്കും. ഇത് പലപ്പോഴും ക്വസ്റ്റ്യനിൽ വരാറുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ത്രികോണം നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് എന്ത് ത്രികോണമാണ്? സമപാർശ്വ ത്രികോണമാണ്, അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. കാരണം ഇതിന്റെ രണ്ട് വശങ്ങളും റേഡിയസ് ആണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഒരു ആംഗിൾ തന്നിട്ട് ഈ ആംഗിൾ ഒക്കെ കണ്ടുപിടിക്കാൻ ചോദിക്കും. ഈ ആംഗിൾ X എത്രയാണെന്ന് ചോദിക്കും. അപ്പൊ ഇത് 40 തന്നിട്ടുണ്ടെങ്കിൽ ഇത് 80 ആയിരിക്കും. എന്നിട്ട് പിന്നെ 180 മൈനസ് ചെയ്ത്, നിങ്ങൾക്ക് അറിയാലോ സമപാർശ്വ ത്രികോണാകുമ്പോഴുള്ള കണ്ടീഷൻ, ഈ രണ്ടും ഇത് X ആണെങ്കിൽ ഇത് X ആയിരിക്കും. അപ്പൊ നമുക്ക് 2X കിട്ടും. എന്നിട്ട് X കണ്ടുപിടിക്കാൻ ഈസിയാണ്. അപ്പൊ ഓക്കെ, അത് മറക്കരുത്. ഒരു സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ ആ സെഗ്മെന്റ് സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 2 തീറ്റ ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് കോഡ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു പോർഷൻസ് വന്ന് കാണാറുണ്ട്. നമുക്ക് നോക്കാം.
ഇവിടെ എന്താണ് ABCD എന്ന് പറയുന്ന രണ്ട് കോഡ്സ് ഉണ്ട്. ഈ രണ്ട് കോഡ്സും P എന്ന പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു സെറ്റ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ സൈഡ് പ്രൊപ്പോർഷൻസ് എല്ലാം വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ എഴുതാൻ പറ്റും. എന്താണ് ആ ഇക്വേഷൻ? PA into PB is equal to PC into PD. PA into PB is equal to PC into PD. ഇന്ന് എല്ലായ്പ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഏതെങ്കിലും രണ്ട് ലെങ്ത് തന്നിട്ട് ബാക്കിയുള്ളത് കാണാനൊക്കെ പറയാറുണ്ട്. PA into PB is equal to PC into PD. ഇതാണ് ആ ഇക്വേഷൻ. ഇതേപോലെ തന്നെ ഇവിടെ സീക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോഡ് എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ രണ്ട് പോയിന്റ്സ് ആണ്. അത് ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് സർക്കിളിന്റെ പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ലൈൻസിനെയാണ് നമ്മൾ സീക്കൻഡ് എന്ന് പറയുന്നത്. ഒരു സീക്കൻഡിന്റെ കേസ് ആണെങ്കിൽ ഇവിടെ എന്താണ്? ABCD രണ്ട് കോഡ്സ് തന്നെയാണ്. ആ കോഡ്സ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് സർക്കിളിന്റെ ഉള്ളിലല്ല, സർക്കിളിന്റെ പുറത്താണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ P എന്ന പോയിന്റിൽ പുറത്ത് എക്സ്റ്റീരിയർ ആയിട്ട് അത് മീറ്റ് ചെയ്തു ഈ രണ്ട് ലൈൻസ്. അങ്ങനത്തെ കേസിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ ഇവിടെയും സെയിം തന്നെയാണ്. രണ്ട് സിമിലർ ട്രയാങ്കിൾസ് ഉണ്ടാവുന്നുണ്ട്. സൈഡ് പ്രൊപ്പോർഷൻ നോക്കിയാൽ നമുക്ക് സെയിം ഇക്വേഷൻ തന്നെ കിട്ടും. എന്താണ്? PA into PB is equal to PC into PD. ഇതെങ്ങനെയാ വരുന്നൊന്നും പറയുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിയാൽ മതി. രണ്ട് ട്രയാങ്കിൾസ് കിട്ടും. ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ട്രയാങ്കിൾസ് ആയിരിക്കും. എന്തായാലും പോട്ടെ. PA into PB is equal to PC into PD ആണ് ഇക്വേഷൻ. ഇത് വെച്ചിട്ടുള്ള കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് ചെയ്തു നോക്കാം. ടാൻജന്റ് എന്നൊരു ഭാഗം കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് ടാൻജന്റിലോട്ട് പോകാം. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഒരു വൃത്തത്തിന്റെ ഏതെങ്കിലും ഒരു എക്സ്റ്റീരിയർ പോയിന്റിൽ നിന്ന് വൃത്തത്തിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലൂടെ മാത്രം കടന്നു പോകുന്ന രേഖ, സ്പർശന രേഖ, ഒരു പോയിന്റിനെ മാത്രം സ്പർശിച്ചുകൊണ്ട് കടന്നു പോകുന്ന ലൈൻസിനെയാണ് നമ്മൾ ടാൻജൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സർക്കിളിന് P എന്ന പോയിന്റിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് രണ്ട് ടാൻജൻസ് മാത്രമേ ഒരു സർക്കിളിലോട്ട് വരയ്ക്കാൻ കഴിയുള്ളൂ. P എന്ന പോയിന്റിൽ നിന്ന് ഏതെങ്കിലും ഒരു സർക്കിളിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന രണ്ട് ലൈൻസേ വരയ്ക്കാൻ കഴിയുള്ളൂ. ആ ലൈൻസ് ആണ് PT ആൻഡ് PQ. ഇവിടെ പ്രത്യേകത എന്താ? ഇവിടെ നീളം തുല്യമായിരിക്കും. PT is equal to PQ. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത്, ഒരു ടാൻജന്റ് സർക്കിളിന്റെ റേഡിയസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി ആംഗിൾ ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഈ സർക്കിളും ഈ എക്സ്റ്റീരിയർ പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്താൽ രണ്ട് മട്ടത്രികോണങ്ങൾ കിട്ടും. ഏതൊക്കെയാണ്? PTOയും PQOയും. ഈ രണ്ട് മട്ടത്രികോണങ്ങൾ കിട്ടും. ഇവയുടെ പ്രത്യേകത ഇവ കോൺകറന്റ് ട്രയാങ്കിൾസ് ആയിരിക്കും. സിമിലർ ട്രയാങ്കിൾസ് അല്ല കേട്ടോ. സൈഡ്സ് എല്ലാം ഈക്വൽ ആയിരിക്കും. അതേപോലെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഏതൊക്കെയാണ് ട്രയാങ്കിൾസ്? ട്രയാങ്കിൾ PTO concurrent to triangle PT equal ആയിട്ടുള്ള QO. ഓർഡർ മാറിപ്പോകരുത്. ത്രികോണം PTOയും ത്രികോണം PQOയും സർവസമ ത്രികോണങ്ങളായിരിക്കും. പിന്നെ നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, കോഡ്സിൽ പഠിച്ചില്ലേ, കോഡ്സ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോലെ, അതുപോലെ ഒരു ചെറിയ കാര്യം ഇവിടെയും കൂടെ ഉണ്ട്. അതെന്താന്ന് വെച്ചാല് സീക്കൻഡ് ടാൻജന്റ് തിയറം എന്ന് പറയും. ശ്രദ്ധിക്കുക, സീക്കൻഡ് ടാൻജന്റ് തിയർ ആണ്. ഒരെണ്ണം ടാൻജന്റും ഒരെണ്ണം സീക്കൻഡും ആണ്. ഇങ്ങനത്തെ കേസിൽ എന്താ കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PA into PB is equal to PC സ്ക്വയർ ആണ്. PA into PB is equal to PC സ്ക്വയർ ആണ്. ഇതാണ് സീക്കൻഡ് ടാൻജന്റ് തിയറം. ഇതിൽ നിന്നും നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് രണ്ട് സർക്കിൾസ് തമ്മിൽ ഒരു ഡിസ്റ്റൻസ് നിൽക്കുമ്പോൾ, അവ തമ്മിൽ ജോയിൻ ചെയ്ത് നിൽക്കുമ്പോൾ, ഒന്നിൻ്റെ ഉള്ളിൽ ഇൻസ്ക്രൈബ് ചെയ്ത് നിൽക്കുമ്പോൾ ഈ കണ്ടീഷനിലൊക്കെ എത്ര ടാൻജൻസ് ആണ് ഉണ്ടാവുന്നത്, അതുപോലെ ആ ടാൻജൻസിന്റെ ഒക്കെ നീളം എങ്ങനെ കാണാം എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ അതിലോട്ട് പോവാം. ഇവിടെ ഞാൻ 3 ഫിഗേഴ്സ് വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? ഒരു സർക്കിൾ, അതിന്റെ ഉള്ളില് ഒരു കുഞ്ഞു റേഡിയസ് ഉള്ള വേറൊരു സർക്കിളും കൂടെ. ഇവ തമ്മിൽ ഒരു പോയിന്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സർക്കിളിനും കൂടെ കോമൺ ആയിട്ട് എത്ര ടാൻജൻസ് വരയ്ക്കാൻ പറ്റുന്നതാണ് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കാം, ഈ കോമൺ ആയിട്ടുള്ള ടച്ച് ചെയ്യുന്ന പോയിന്റിലെ ഈ പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരേ ഒരു ടാൻജന്റ് മാത്രമേ ഇന്റേർണലി ടച്ച് ചെയ്യുന്ന രണ്ട് സർക്കിൾസിന് നമുക്ക് വരയ്ക്കാൻ കഴിയുള്ളൂ. എത്രയാണ്? ഒരേ ഒരു ടാൻജന്റ് ഇന്റേർണലി ടച്ച് ചെയ്യുകയാണെങ്കിൽ, ഒന്നിനുള്ളിലോ മറ്റേതാണെങ്കിൽ. ഇനി ഇത് രണ്ട് സർക്കിൾസ് ആണ്, രണ്ടും തമ്മിൽ ടച്ചിങ് അല്ല, ക്രോസ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിന് രണ്ടിനും കോമൺ ആയിട്ട്
രണ്ട് ടാൻജൻസ് വരയ്ക്കാൻ പറ്റും. രണ്ടും തമ്മിൽ നമ്മൾ വെൻ ഡയഗ്രം വരയ്ക്കുന്ന പോലെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് ടാൻജൻസിനെ കോമൺ ആയിട്ട് വരയ്ക്കാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സർക്കിളാണ്. അത് ഈക്വൽ റേഡിയസിന് ആവണമെന്നില്ല കേട്ടോ. രണ്ട് സർക്കിളാണ്, അവ എക്സ്റ്റേണലി ടച്ച് ചെയ്യാണ്. എക്സ്റ്റേണലി ടച്ച് ചെയ്യുകയാണെങ്കിൽ ഇവയ്ക്ക് വരയ്ക്കാൻ പറ്റുന്ന ടാൻജൻസ് ഒരെണ്ണം മേലേക്കൂടെ ടോപ്പിലൂടെ പോകും, ഒരെണ്ണം ബോട്ടം വഴി, നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സെൻറ്ററിലൂടെ. അങ്ങനെ ടോട്ടൽ 3 ടാൻജൻസ് നമുക്ക് ഈ കേസിൽ വരയ്ക്കാൻ പറ്റും. ഇനി നോക്കാനുള്ളത് രണ്ട് സർക്കിൾസും ഒരു ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്, തമ്മിൽ ടച്ച് ചെയ്യുന്നൊന്നുമില്ല. അങ്ങനത്തെ കേസിൽ എത്ര ടാൻജൻസ് വരയ്ക്കാൻ പറ്റും എന്നാണ് നോക്കാനുള്ളത്. ആ ഫിഗർ നോക്കാം നമുക്ക്. ഓക്കെ, ഇതാണ് കണ്ടീഷൻ. രണ്ട് സർക്കിൾസ് തന്നിട്ടുണ്ട്. സർക്കിൾസിന്റെ സെന്റേഴ്സ് O ഡാഷ്, സെന്റേഴ്സ് ഉള്ള രണ്ട് സർക്കിൾസ് ആണ്. അവയുടെ റേഡിയസ് ഫസ്റ്റ് വൺ R1, സെക്കൻഡ് വൺ R2. ഈ രണ്ട് സെന്റേഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് D ആണ്. ഇങ്ങനത്തെ കേസിൽ എത്ര ടാൻജൻസ് വരയ്ക്കാൻ പറ്റും ആദ്യം നോക്കാം. രണ്ട് ടാൻജൻസ് ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് വരയ്ക്കാൻ പറ്റും, രണ്ട് ടാൻജൻസ് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടും വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് വരയ്ക്കുന്നതിന് നമ്മൾ പറയുന്നത് ഡയറക്റ്റ് കോമൺ ടാൻജൻസ് എന്നാണ്. മറ്റേത് ട്രാൻസ്വേഴ്സ് കോമൺ ടാൻജൻസും ആണ്. ഇങ്ങനെ ക്രോസ് ചെയ്ത് വരയ്ക്കുന്നതിന് ട്രാൻസ്വേഴ്സ് ടാൻജൻസും, അല്ലാതെ ഡയറക്റ്റ് വരയ്ക്കുന്നതിന് ഡയറക്റ്റ് കോമൺ ടാൻജൻസ് എന്നും പറയും. ഇനി നമുക്ക് ചെറിയ രണ്ട് ഇക്വേഷനും കൂടിയാണ് പഠിക്കാനുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നീളം ഡയറക്റ്റ് ടാൻജന്റിന്റെയും ട്രാൻസ്വേഴ്സ് ടാൻജന്റിന്റെയും ലെങ്ത് എന്താ വരുന്നതെന്നാണ്. അപ്പൊ നമുക്ക് ആദ്യം ഡയറക്റ്റ് ടാൻജന്റ് അത് ഏതൊക്കെയാണ്? എ ഡാഷും ബി ഡാഷും. ഇതിന്റെ ലെങ്ത് എന്താ വരുന്നത് നോക്കാം. ഇതിന്റെ ലെങ്ത് വരുന്നത് റൂട്ട് ഓഫ് ഡി സ്ക്വയർ. ഡി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സർക്കിൾസിന്റെയും സെന്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഡി സ്ക്വയർ മൈനസ് R1 മൈനസ് R2 ഓൾ സ്ക്വയർ. ഡി സ്ക്വയർ മൈനസ് R1 മൈനസ് R2. R1 മൈനസ് R2 ഓൾ സ്ക്വയർ ആണ് ഡയറക്റ്റ് കോമൺ ടാൻജന്റിന്റെ ലെങ്ത് വരുന്നത്. നെക്സ്റ്റ് വൺ ട്രാൻസ്വേഴ്സ് കോമൺ ടാൻജന്റ്. ട്രാൻസ്വേഴ്സ് ഏതൊക്കെയാണ്? C ഡാഷ് ആൻഡ് D ഡാഷ്. C ഡാഷ് ആൻഡ് D ഡാഷ്. ഇതിന്റെ ലെങ്ത് വരുന്നത് എന്താണ്? റൂട്ട് ഓഫ് ഡി സ്ക്വയർ മൈനസ് R1 പ്ലസ് R2 ഓൾ സ്ക്വയർ. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മറന്നു പോവരുത്. ഇവിടെ R1 മൈനസ് ആണ്, മൈനസ്. നെക്സ്റ്റ് വൺ വരുന്നത് പ്ലസ് ആണ്, പ്ലസ്. R1 പ്ലസ് ആണ്. ട്രാൻസ്വേഴ്സ് എന്ന് പറയുന്ന സമയത്ത് T എന്ന് പറഞ്ഞാൽ പ്ലസ് പോലെയല്ലേ, അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. ട്രാൻസ്വേഴ്സിലാണ് പ്ലസ് വരുന്നത്. അപ്പൊ റൂട്ട് ഓഫ് ഡി സ്ക്വയർ മൈനസ് R1 പ്ലസ് R2 ഓൾ സ്ക്വയർ ആണ് ട്രാൻസ്വേഴ്സ് കോമൺ ടാൻജന്റിന്റെ ലെങ്ത് വരുന്നത്. എന്നാൽ ഡയറക്റ്റ് കോമൺ ടാൻജന്റിന്റെ ലെങ്ത് വരുന്നത് ഡി സ്ക്വയർ മൈനസ് R1 മൈനസ് R2 ഓൾ സ്ക്വയർ ആണ്. ഇതിന് ക്വസ്റ്റ്യൻസ് ചില സമയത്തൊക്കെ കണ്ടുവരാറുണ്ട്. ഒരു എക്സ്ട്രാ ടിപ്പായിട്ട് പറഞ്ഞോന്നുള്ളൂ, അല്ലാത്ത സമയത്ത് കുറേ ടൈം എടുക്കും ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ. ഓക്കെ, റൂട്ട് ഓഫ് മാറിപ്പോവരുത്. റൂട്ട് ഓഫ് ഡി സ്ക്വയർ മൈനസ് R1 മൈനസ് R2 ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതാണ് മൈനസ്. ഓക്കെ, മൈനസ് ആണ്. ട്രാൻസ്വേഴ്സ് ആണെങ്കിൽ ഇതൊരു പ്ലസ് അല്ലേ, പ്ലസ് ആണ്. ആ സമയത്ത് ഇവിടെയും പ്ലസ് ആണ്, അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സിന്റെ T നോക്കിയാൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ ടാൻജൻസ് എന്ന ഭാഗത്ത് വരുന്നത്. നമുക്ക് ഈ കോഡ്സ്, ടാൻജൻസ് ഇതെല്ലാം കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. A, B and C are the 3 points on a circle such that the angles subtended by the chords AB and AC at the center O are 90 degree and 110 degree respectively. Angle BAC is equal to. Options ഇതാണ്. ഓപ്ഷൻ A 70 degree, ഓപ്ഷൻ B 80 degree, ഓപ്ഷൻ C 90 degree and ഓപ്ഷൻ D 100 degree. എന്താ പറഞ്ഞിട്ടുള്ളത്? ABC എന്ന് പറഞ്ഞത് ഒരു സർക്കിളിലെ 3 പോയിന്റ്സ് ആണ്. A, B, C. ഓക്കെ, ഇനി പറഞ്ഞിട്ടുള്ളത് ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ കോഡ്സ് AB ആൻഡ് AC. ABയും ACയും സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾസ്. ആംഗിൾ എത്രയാ വരുന്നത്? 90 ഡിഗ്രിയും 110 ഡിഗ്രിയും. AB ഉണ്ടാക്കുന്നത് 90 ഡിഗ്രി, AC ഉണ്ടാക്കുന്നത് 110 ഡിഗ്രി ആണ്.
അങ്ങനെയാണെങ്കിൽ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ആംഗിൾ ബി എ സി എത്രയാന്നുള്ളതാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ആംഗിൾ ബി എ സി എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ബി സി എന്ന കോഡ് സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ബി സി എന്ന കോഡ് സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതിയായിരിക്കും അത് അതിന്റെ മേജർ സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന കോണ്. നമ്മൾ നേരെ തിരിച്ചാണ് പഠിച്ചത്. ഒരു കോഡ് അതിന്റെ മേജർ സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ ആ കോഡ് സെന്ററുമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 2 തീറ്റ ആയിരിക്കും. അപ്പൊ നോക്കാം, ഇത് 90, ഇത് 110. ടോട്ടൽ ആംഗിൾ 360 ആണെന്ന് നമുക്കറിയാം. 110ഉം 90ഉം 200. 200 ആണെങ്കിൽ ഈ ആംഗിൾ സപ്പോസ് ഈ സെന്റർ O ആണെങ്കിൽ ആംഗിൾ ബി ഒ സി വരുന്നത് എത്രയാണ്? ആംഗിൾ ബി ഒ സി വരുന്നത് 160 ആണ്. ബി ഒ സി 160 ആയതുകൊണ്ട് തന്നെ ബി എ സി 160ന്റെ പകുതി ആയിട്ടുള്ള 80 ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 80 ഡിഗ്രി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 17 cm, 2 parallel chords are drawn on opposite sides of a diameter. The distance between the chords is 23 cm. If the length of one chord is 16 cm, then the length of the other is. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു സർക്കിൾ ഉണ്ട്. സർക്കിളിന്റെ റേഡിയസ് 17 cm ആണ്. അപ്പോൾ അതിന്റെ ഒരു ഡയമീറ്ററിന്റെ 2 ഓപ്പോസിറ്റ് സൈഡിൽ ആയിട്ട് 2 പാരലൽ കോഡ്സ് വരച്ചിട്ടുണ്ട്. പിന്നെ ഈ കോഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 23 cm ആണ്. പിന്നെ അതിലൊരു കോഡിന്റെ നീളം 16 cm കൂടെ ആണെങ്കിൽ മറ്റേ കോഡിന്റെ നീളം എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഒരു സർക്കിൾ വിത്ത് റേഡിയസ് 17 cm. 17 cm ആണ് റേഡിയസ്. പിന്നെ ഡയമീറ്ററിന്റെ 2 ഓപ്പോസിറ്റ് സൈഡ്സിലായിട്ട് 2 പാരലൽ കോഡ്സ് വരച്ചിട്ടുണ്ട്. ഈ കോഡ്സ് തമ്മിലുള്ള അകലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 23 cm ആണ് ഈ കോഡ്സ് തമ്മിലുള്ള അകലം. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഒരു കോഡിന്റെ നീളം എ ബി എന്ന കോഡിന്റെ നീളം 16 cm ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത കോഡ് സപ്പോസ് സി ഡി ആണെങ്കിൽ സി ഡിയുടെ ലെങ്ത് എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം നമുക്ക്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെന്ററിൽ നിന്ന് കോഡിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഒരു കോഡിനെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ കോഡ് എ ബിയുടെ നീളം 16 cm ആണെങ്കിൽ ഈ ഒരു ചെറിയ ഭാഗത്തിന്റെ നീളം നമുക്ക് ഇതിന്റെ പകുതി 8 cm എന്ന് കിട്ടും. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു മട്ടത്രികോണം ഫോം ചെയ്തിട്ടുണ്ട്. എത്രയാണ്? അതിന്റെ കർണം 17, പാദം 8. അങ്ങനെയാണെങ്കിൽ ലംബം എത്രയാണ്? 17 സ്ക്വയർ മൈനസ് 8 സ്ക്വയർ 225 അഥവാ 15 സ്ക്വയർ ആണ്. അപ്പോ ലംബം വരുന്നത് 15 ആണ്. സെന്ററിൽ നിന്ന് ഈ കോഡിലോട്ടുള്ള നീളം 15 ആണ്. അങ്ങനെയാണെങ്കിൽ അപ്പുറത്തെ കോഡിലോട്ട് എത്രയാണ് നീളം വരുന്നത്? 23 മൈനസ് 15 8 ആണ് വരുന്നത്. പിന്നെ ഈ റേഡിയസ് ഇവിടെ 17 cm. എഗെയിൻ നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഫോം ചെയ്തു. അതിന്റെ വലിയ സൈഡ് 17 ആണ്, ലംബവശം 8 ആണ്. അപ്പൊ പാദം എത്രയാ? ഇവിടെ സെയിം സെറ്റ് തന്നെയാണ്. 17 8 15. ഇവിടെ 17 8 15. ഇതിന്റെ ലെങ്ത് 15 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് മറ്റേ കോഡിന്റെ നീളം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. കോഡിന്റെ നീളം എന്താ വരിക? അതിന്റെ ഡബിൾ. ഇതിന്റെ ഹാഫ് അല്ലേ? 15. ഇപ്പുറത്തെ 15 കൂടി കൂട്ടിയാൽ 30 cm ആണ് മറ്റേ കോഡിന്റെ നീളം വരിക. ഈ ക്വസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനത്തെ കോഡിന്റെ നീളം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് റെഗുലർ ആയിട്ട് കണ്ടുവരുന്നതാണ്. ഒന്നുമില്ല, മട്ടത്രികോണം ഫോം ചെയ്യും. പൈതഗോറസ് തിയറം ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി, ലെങ്ത് കിട്ടും. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ 15 cm എന്ന് ചിലപ്പോൾ കിട്ടും. ചിലപ്പോൾ നിങ്ങൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ എ തന്നെ ഉണ്ടായിരിക്കും 15 cm. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഡബിൾ ആയിരിക്കും. ഈ 15 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹാഫ് മാത്രമേ ഉള്ളൂ. നമ്മളോട് കോഡിന്റെ നീളമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ 15 ഗുണം 2 അഥവാ 30 cm ആയിരിക്കും കോഡിന്റെ ലെങ്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. 3 circles touch each other externally. The distance between their centers is 5 cm, 6 cm and 7 cm. Find radii of the circles. Options ഇതാണ്. ഓപ്ഷൻ എ 2 3 4, ബി വരുന്നത് 3 4 1, സി 1 2 4 എല്ലാം സെന്റിമീറ്ററിലാണ്. ആൻഡ് ഡി നൺ ഓഫ് ദീസ്. എന്താ പറഞ്ഞിട്ടുള്ളത്? 3 സർക്കിൾ ഉണ്ട്. 3 സർക്കിളും എക്സ്റ്റേണലി ടച്ച് ചെയ്യുന്ന സർക്കിൾസ് ആണ്.
ഇവിടെ റേഡിയസ് തമ്മിലുള്ള ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നിന്റെയും ഓരോ സർക്കിളിന്റെയും റേഡിയസ് എത്രയാ വരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ് ഡിസ്റ്റൻസ് വരുന്നത്? ഡിസ്റ്റൻസ് വരുന്നത് 5, 6, 7. ഇതിലെ 2 സർക്കിൾസിന്റെ സെന്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 5, അടുത്തത് 6, അടുത്തത് 7. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിങ്ങനെ ചെയ്ത് നോക്കൽ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഓപ്ഷൻ വഴി പോവാം. ഓപ്ഷനിൽ ഏതൊക്കെ റേഡിയസുകൾ തമ്മിൽ കൂട്ടിയാൽ 2 സർക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവയുടെ രണ്ടിന്റെയും റേഡിയസ് ആഡ് ചെയ്തതായിരിക്കും. R1 പ്ലസ് R2 ആയിരിക്കും 5, R2 പ്ലസ് R3 ആയിരിക്കും 6, R3 പ്ലസ് R1 ആയിരിക്കും 7. അപ്പൊ നേരിട്ട് നമുക്ക് നോക്കാം ഓപ്ഷൻസിൽ ഏതൊക്കെ റേഡിയസുകൾ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടുന്നുണ്ട് നോക്കാം. ഓപ്ഷൻ എ തന്നെ നോക്കാം. ഓപ്ഷൻ എയില് 2 പ്ലസ് 3, ഇത് R1, R2, R3 എന്നുള്ള ഓർഡറിലാന്ന് വിചാരിക്കാം. 2 പ്ലസ് 3 കൂട്ടിയാൽ നമുക്ക് 5 എന്ന് കിട്ടും. 3 പ്ലസ് 4 ആഡ് ചെയ്താലോ 7 എന്ന് കിട്ടും. 2 പ്ലസ് 4 ആഡ് ചെയ്താലോ 6 എന്ന് കിട്ടും. അപ്പൊ എന്താണ് ഓപ്ഷൻ എ 2, 3, 4 എന്ന് റേഡിയസ് ഉള്ള 3 സർക്കിൾസ് എക്സ്റ്റേണലി ടച്ച് ചെയ്യുന്ന രൂപത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവയുടെ റേഡിയസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 5, 7, 6 എന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള അതേ ഡിസ്റ്റൻസ് തന്നെ കിട്ടും. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇത് ഓപ്ഷൻ വൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. കാരണം എന്താ വെച്ചാല് അല്ലാതെ നിങ്ങൾ R1 പ്ലസ് R2 5, R2 പ്ലസ് R3 6 അങ്ങനെ ചെയ്ത് ഇക്വേഷൻ സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. അതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ വഴി പോവാം. മിക്കവാറും ഫസ്റ്റ് ഓപ്ഷനോ സെക്കൻഡ് ഓപ്ഷനോ കറക്റ്റ് ആൻസർ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 2 circles of radii 8 cm and 2 cm respectively touch each other externally at the point A. PQ is the direct common tangent of those 2 circles of center O1 and O2 respectively. The length of PQ is equal to options. Option A 2 cm, B 3 cm, C 4 cm and D 8 cm. എന്താ പറഞ്ഞിട്ടുള്ളത്? 2 സർക്കിൾസ് ഉണ്ട്. 2 സർക്കിൾസ് 8 cm റേഡിയസും 2 cm റേഡിയസും ഉള്ള 2 സർക്കിൾസ് ഉണ്ട്. ഇവ ടച്ച് എക്സ്റ്റേണലി, ഇവ തമ്മിൽ എക്സ്റ്റേണലി ടച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ സമയത്ത് കോമൺ ടാൻജന്റ്, ഇതൊരു കോമൺ ടാൻജന്റ് ആണ്. കോമൺ ടാൻജന്റ് PQ ആണെങ്കിൽ PQന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം കോമൺ ടാൻജന്റ്, ഇത് ഡയറക്റ്റ് കോമൺ ടാൻജന്റ് ആണ്. ഡയറക്റ്റ് കോമൺ ടാൻജന്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? √d² മൈനസ് R1 മൈനസ് R2 ഓൾ സ്ക്വയർ ആണ്. D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സെന്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇവിടെ 2 സർക്കിൾസും ടച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ സെന്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഡിയസ് ആഡ് ചെയ്തതാണ്. അപ്പൊ PQന്റെ ലെങ്ത് D² 8 പ്ലസ് 2 10² മൈനസ് R1 മൈനസ് R2 ഓൾ സ്ക്വയർ 8 മൈനസ് 2 ഓൾ സ്ക്വയർ 8 മൈനസ് 2 6 സ്ക്വയർ. ഇതെന്താ വരുന്നത്? √100 മൈനസ് 36 അഥവാ √64. √64 എന്ന് പറഞ്ഞാൽ 8 സെന്റിമീറ്റർ ആണ് PQന്റെ ലെങ്ത് അഥവാ ഡയറക്റ്റ് കോമൺ ടാൻജന്റ് എന്നുള്ള 8 സെന്റിമീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഈ ചിത്രത്തിൽ എക്സിന്റെ വില എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ എന്താണ് നോക്കിയാൽ നമുക്കറിയാം സീക്കൻഡ് ടാൻജന്റ് തിയറം. ഒരു ടാൻജന്റും ഉണ്ട്, ഒരു സീക്കൻഡും ഉണ്ട്. അപ്പൊ അവിടെ എന്താണ് നമ്മൾ ഇക്വേഷൻ പഠിച്ചത്? PT² ടാൻജന്റ് സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ AB എന്ന് കൊടുക്കുകയാണെങ്കിൽ PT² ഇസ് ഈക്വൽ ടു PA ഇൻറ്റു PB. PT 6 ആണ്, 6² ഇസ് ഈക്വൽ ടു PA 5 ആണ്, 5 ഇൻറ്റു PB. PBയുടെ നീളം കൊടുക്കുമ്പോൾ ഒരിക്കലും എക്സ് എന്ന് കൊടുക്കരുത്, PBയുടെ നീളമാണ് അഥവാ അത് 5 പ്ലസ് എക്സ് ആണ്. 5 പ്ലസ് എക്സ്. അപ്പോൾ 5 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 6² 36 ഡിവൈഡഡ് ബൈ 5 36/5 വരുമ്പോൾ 7.2 എന്ന് വരും. 5 പ്ലസ് എക്സിന്റെ വാല്യൂ 7.2 ആണ്. നമ്മളോട് കാണാൻ പറഞ്ഞത് എക്സ് ആണ്. എക്സ് ഇസ് ഈക്വൽ ടു 7.2 മൈനസ് 5 വിച്ച് ഇസ് ഈക്വൽ ടു 2.2. 2.2 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ. നമ്മൾ സർക്കിളിന്റെയും സെക്ടറിന്റെയും ഏരിയ, പെരിമീറ്റർ, പിന്നെ കോഡ്സ്, ടാൻജൻസ് ഇവയെല്ലാം കണക്ട് ചെയ്തിട്ടുള്ള
എല്ലാം കൂടെ അവിടെ ഇവിടെ ടച്ച് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസ് ചെയ്തു. പക്ഷെ നിങ്ങൾ കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണം. എല്ലാം കൂടെ ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയാണ് സാധാരണയായി കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ്. ഇതിനോട് സിമിലർ ആയിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾ ഗൈഡിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണെങ്കിലും കൂടുതൽ സമയം എടുത്തിട്ട് നല്ലോണം ചെയ്ത് നോക്കുക, ചെയ്ത് ഫാസ്റ്റ് ആക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ജോമെട്രി നല്ല ക്ലിയർ ആവുകയുള്ളൂ. ഇനി നമുക്ക് സർക്കിൾസ് കഴിഞ്ഞ് ജോമെട്രിയിലെ ബാക്കി വരുന്ന പോർഷൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.